എനിക്ക് അവരോട് അത്രയ്ക്ക് സ്നേഹമായിരുന്നു. വിവാഹത്തിന് മുമ്പ് ഈ വൈകല്യം എനിക്ക് അജ്ഞാതമായിരുന്നു. ഭൗതികവാദികളായ നിങ്ങൾക്ക് ഇതിലൊന്നും വിശ്വാസം കാണില്ല. എങ്കിലും ഒന്ന് പരീക്ഷിക്കൂ. വിശ്വാസമില്ലായിരുന്നെങ്കിൽ ഞാനിവിടെ വരില്ലായിരുന്നു. നിങ്ങൾ ശാസ്ത്രജ്ഞന്മാർക്കും ഡോക്ടർമാർക്കും അജ്ഞാതമായ പല ഔഷധ ചെടികളും ഈ കാട്ടിലുണ്ട്. അത് തേടിയാണല്ലോ നിങ്ങൾ എത്തിയതും. അത്തരം വിശേഷ ഗുണങ്ങളുള്ള ഒറ്റമൂലികളുടെ മിശ്രിതമാണത്. നിങ്ങളത് ഉപയോഗിക്കൂ. അസുഖം തീർച്ചയായും മാറും. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും വരണം. ഞാൻ 5 ദിവസം കൂടിയേ ഇവിടെയുള്ളൂ. അത് പറ്റില്ല. 7ാം ദിവസം ഇവിടുത്തെ ഉത്സവമാണ്. അന്ന് പുലർച്ചെ 4 മണിക്ക് ദർശനം ലഭിക്കുന്നവർക്ക് ഉദ്ദിഷ്ട കാര്യങ്ങൾ ഉറപ്പാണ്. ആ, ഒരു കാര്യം കൂടി. ഇതെന്തിനു വേണ്ടിയുള്ള ഔഷധമാണെന്ന് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഭാര്യ ഇത് അറിയരുത്. അത് ഉപകാരത്തെക്കാൾ ഉപദ്രവമേ ചെയ്യുള്ളൂ. ശരി ദേവി. ആദിദേവ നമസ്തുഭ്യം പ്രസീദ മമ ഭാസ്കര നമസ്തുഭ്യം പ്രഭാകര നമസ്തുതേ. അത് കണ്ടോന്നല്ല, അത് ഞങ്ങൾ കണ്ടില്ല. അതവിടെ കിടന്നോട്ടെ, അതിനെപ്പറ്റിയല്ല പറഞ്ഞത്. ഈ നട്ടുച്ചയ്ക്കാണോ സ്വാമി സൂര്യ നമസ്കാരം ചെയ്യുന്നത്? സൂര്യൻ ഉദിക്കാതെ സൂര്യ നമസ്കാരം ചെയ്യുന്ന എങ്ങനെ? ഇപ്പോഴാണ് സൂര്യൻ ഉദിച്ചത്. ഇതുവരെ മിസ്റ്റായിരുന്നു. സ്വാമിക്ക് മിസ്റ്റോ എപ്പോ തുടങ്ങി? മലയാളത്തിൽ പറയേണ്ട സ്വാമി. ഇതേ ഒരു ഗുഡ്മാൻ വന്നിരിക്കുന്നു. ഇത് പോക്കാ കേട്ടോ. ജോൺസൺ വന്നേ. ഇതാ സൂയിസൈഡിങ് പോയിന്റ്. ഇങ്ങോട്ട് മാറി. പണ്ടാരങ്ങാൻ ചാവാൻ പോകുന്ന ശവം എന്തോന്നത്? ഇവിടെ എന്റെ മോഹങ്ങൾ പൂവണിയാതെ മരിച്ചവരുടെ പ്രേതങ്ങൾ ഇങ്ങനെ അലയുകയാണ്. ദൈവമേ, അതിലൊന്നായിരിക്കും താൻ. അതെ സ്വാമിയേ, പണ്ടെനിക്ക് കൊയിലോണിൽ അലക്കായിരുന്നു. ഒരു ആംഗ്ലോ ഇന്ത്യൻ സാഹിബിന്റെ കൂടെ. ആംഗ്ല മാത്രമേ ഇന്ത്യൻ ആയിട്ടുണ്ടായിരുന്നുള്ളൂ? അല്ല, പെങ്ങളും ഇന്ത്യൻ ആയിരുന്നു. ഒരു ആംഗ്ലോ ഇന്ത്യൻ സാഹിബിന്റെ കൂടെ. ഒരു ദിവസം രാവിലെ ഞാനും സാഹിബും കൂടി ഈവനിങ് വാക്കിന് ഇറങ്ങി. രാവിലെ ഈവനിങ് വാക്ക്? എടോ, അന്നത്തെ സാഹിബുമാര് രാവിലെ ആടോ ഈവനിങ് വാക്ക് നടത്തിയിരുന്നത്. കാരണം എന്താണെന്നറിയാവോ? അവിടത്തെ രാത്രി ഇവിടത്തെ പകലാ. അപ്പഴേ അവര് ഈ രാത്രിയിലെ കാര്യങ്ങളെല്ലാം പകലാണോ ചെയ്യുന്നത്? അങ്ങനെ നടന്ന് കോവളത്തെത്തി ബീച്ചിലിറങ്ങി ഒന്ന് കുളിച്ചു. കോവളം ബീച്ച്? കോവളം ബീച്ച് തിരുവനന്തപുരത്തല്ലേ? അന്ന് കോവളം ബീച്ച് കൊല്ലത്താ. അന്ന് വെല്ലസ്ലി എന്ന പേരിൽ വിലസേർന്നൊരു മദാമയാ അത് തിരുവനന്തപുരത്തോട്ട് സ്മാഷ് ചെയ്തത്. ഓ കഴുത? ആര്? അല്ല, കേട്ടു നിന്ന ഞാൻ കഴുത. അത് ശരി. എന്റെ അജ്ഞാന കോശത്തെ കുറിച്ച് ഓർത്ത് പറഞ്ഞു പോയതല്ലേ? ഓ എന്റെ ദൈവമേ. അന്ന് എന്നെ കണ്ട 10 ആള് കൂടുമായിരുന്നു. അല്ലല്ല, എന്റെ ക്ലാമോർ കണ്ടിട്ടാ. കുളി കഴിഞ്ഞ് നടന്നു വന്ന എന്റെ പിന്നാലെ ഊരിപ്പിടിച്ച വസ്ത്രവുമായിട്ട് ഒരു മദാമത ഇങ്ങനെ നടന്ന് വരിക. അല്ലല്ല, കുളി കഴിഞ്ഞ് ഞാനിട്ട ചെട്ടി ആ മദാമയുടേതായിരുന്നു. നിർത്തി. താൻ ഇതുപോലെ കല്ല് വെച്ച് ഉണ പറഞ്ഞാലുണ്ടല്ലോ, ഈ കല്ലെടുത്ത് എന്റെ തലക്കിട്ട് ഞാനും തരും. ഓ പിന്നെ നോണയൻ അവന്റെ തന്തയാ. എന്റെ കഴിവുകേട് ഈ കൊച്ചുപയ്യൻ മുതലെടുക്കും. എനിക്കെന്റെ മാലതിയെ നഷ്ടമാണ്. ഇപ്പൊ എത്ര സുന്ദരിയായിരിക്കുന്നു. ഞാനൊന്നും മോച്ചോട്ടെ.
ഞാനത് സമ്മതിക്കില്ല. എന്തുവാ